കുഴിത്തുറ പാലമാണ് ഈ കാണുന്നത്. ഈ നദിക്ക് കുറുകെ കിടക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ പോയപ്പോഴത്തേനും ഈ പാലം കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയാ ഇവിടെ ഇറങ്ങിയത്. അതായത് കന്യാകുമാരി റോഡാണ്. മാർത്താണ്ഡത്തേക്ക് പോകുന്നതിന് മുന്നായിട്ടാണ് ഈ കുഴിത്തുറ പാലം വരുന്നത്. നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴത്തേനും കാണാൻ പറ്റും ഈ പാലം. നല്ല തണുത്ത വെള്ളമായിരുന്നു. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല വഴുക്കലുണ്ട്. കാരണം ഈ പാലത്തിൽ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇതാണ്ട് ഈ കാണുന്ന ഈ പാലമില്ലേ, അപ്പൊ ഇത് മെയിൻ റോഡാണ് കേട്ടോ. അപ്പൊ ബസ് റൂട്ടാണ്. അപ്പൊ അതുവഴി പോകുമ്പോഴത്തേനും ഈ പാലം കാണാൻ പറ്റും. അപ്പൊ അവിടുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ. കാരണം ഈ പച്ചപ്പും ഈ വെള്ളവും ഒക്കെ കൂടെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നിന്ന് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ പോകുമ്പോഴത്തേനും, കാരണം നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം പോകുമ്പോൾ. വലത് സൈഡിൽ വലിയ കുഴപ്പമില്ല. ഈ റോഡിൻ്റെ വലത് സൈഡിൽ അധികം വെള്ളമില്ല. പക്ഷെ ഇടത് സൈഡിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് വെള്ളം കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കാണുന്നത് നല്ലതാ. നദിക്ക് കുറുകെയുള്ള ഒരു പാലമായതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വെള്ളം ഇങ്ങനെ നല്ല ശക്തിക്ക് പാസ് ചെയ്യും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഫാൻസി കടകളൊക്കെ ഉണ്ട്. കുറെ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, ഈ കാണുന്നത് ആ ചർച്ച്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു രസമുണ്ട്. പിന്നെ കോട്ടുകുണം മാങ്ങ ഉണ്ടോ, ട്രിവാൻഡ്രത്തുണ്ട്, പക്ഷെ വേറെ സ്ഥലങ്ങളിലുണ്ടോ ഉള്ളതെന്ന് എനിക്കറിയില്ല. പൂക്കടയുണ്ട് കേട്ടോ. അത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പൂക്കടകളൊക്കെ കുറച്ചുണ്ട്.